റിപ്പോർട്ടിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ പോലീസിരിക്കുന്നത് കണ്ടപ്പോ എന്റെ മോളെന്നോട് പറഞ്ഞതാണ്, മമ്മി നമുക്ക് ഫ്ലാറ്റിന് താഴേക്ക് ചാടി മരിച്ചാലോ. ഓക്കെ, കുറെ പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെ കാര്യങ്ങളും ഒരുപോലെ ചിലപ്പോൾ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ല. ലിമിറ്റേഷൻ ഉണ്ട്. മനുഷ്യനാണ്. ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് കരയാണ്, എങ്ങനെയെങ്കിലും ജീവിതം രക്ഷപ്പെടണം എന്നാലേക്കും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആഗ്രഹം ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അത്രയും വലിയ ഉദാര മനസ്കരൊന്നല്ല തന്നെ കൂട്ടിക്കോ. പക്ഷെ വന്നിരുന്ന് കരയുമ്പോൾ എന്നെ കൊണ്ടാകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളൂ. പോയവർക്ക് എല്ലാവർക്കും എല്ലാം നന്നായി എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ മോശമായിട്ടാകണം എന്നോർത്ത് ഞാൻ എന്റെ പ്രവൃത്തി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശക്തമായിട്ട് ഈ ഒരു വർഷത്തോളം ഞാൻ ഇതിന്റെ പുറകെ നടന്ന് എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി കാൻഡിഡേറ്റിന് ഫുൾ സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഈ പറഞ്ഞ കാൻഡിഡേറ്റിനും പരാതി കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞു, പരാതി കൊടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു, നീ വാങ്ങിയെടുക്ക്, നോക്ക്, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അപ്പോഴും ഞാൻ ഓർക്കുന്ന വ്യാജ പരാതി കൊടുക്കുന്നു ഞാൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ലല്ലോ കൊണ്ട് കൊടുക്കുന്നു. ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്, അവരുടെ പൈസ പോയത് അവർക്ക് കിട്ടണം, സുഖമില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവര് ബലിയാടാക്കേണ്ടത് എന്റെ കുടുംബമായിരുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അതിന്റെ വേദന അവർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ സർട്ടിഫിക്കറ്റ് ഫോർജറിയുടെ കാര്യവും അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ ഒരിക്കലും അവർക്കെതിരെ മുമ്പോട്ട് പോകണമെന്നൊരു വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയല്ല.